പൊളിച്ചു മാറ്റി. അയ്യോ എൻ്റെ അമ്മോ. പേടിക്കണ്ട. ഇവിടെ നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ രൂക്ഷമായി കടല് കയറി. എന്നാൽ യഥാർത്ഥത്തിൽ രൂക്ഷമായ കടലുകയറ്റം ഉണ്ടായിട്ടില്ല. അതിന് കാരണം കടലിൽ വടക്കൻ നീരായിരുന്നു. വടക്കിൽ നിന്ന് തെക്കോട്ടായിരുന്നു. വടക്കൻ നീര് വന്നു കഴിഞ്ഞാൽ കടലിൽ പൊതുവെ ശാന്തമായി. കാറ്റാണെങ്കിലും വടക്ക് പടിഞ്ഞാറെന്ന് തെക്ക് കിഴക്കോട്ടായിരുന്നു കാറ്റ്. അതൊക്കെ കൊണ്ടാണ് ഇത്രയും കൊണ്ട് അവസാനിച്ചത്. ഇനി വരാൻ പോകുന്നത് കടലുകയറ്റമായിരിക്കില്ല, ദുരന്തമായിരിക്കും. ഈ മതല് വീണപ്പോഴാണ് ഈ വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറിയത്. ചെല്ലാനം കൊച്ചി തീരത്തെ പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള കണ്ണമാലി, ചെറിയകടവ്, കാട്ടിപ്പറമ്പ്, കൈതവേലി, മാനാശ്ശേരി, സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങളിലെ കടലാക്രമണം തുടരുകയാണ്. ഇന്ന് ജൂൺ 18 തീയതിയാണ്. 2025 ജൂൺ 18. 19 തീയതി നാളെ അഷ്ടമിയാണ്. അഷ്ടമി വരെയാണ് സാധാരണ കടൽ കയറുക. അഷ്ടമി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു 5 ദിവസം, 25 തീയതി അടുത്ത കർത്തവാവാണ്. 25 തീയതിക്കുള്ളിൽ 5 ദിവസമാണ് നമുക്കുള്ളത്. ഈ 5 ദിവസത്തിനുള്ളിൽ ഇവിടെ തകർന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഇവിടെ വലിയ ദുരന്തമുണ്ടാകും. ഈ വാവ് തക്കത്തിനും കഴിഞ്ഞ വാവ് തക്കത്തിനും ഇവിടെ നമ്മളെല്ലാവരും കണ്ടതാണ് വളരെ രൂക്ഷമായി കടൽ കയറി. എന്നാൽ യഥാർത്ഥത്തിൽ രൂക്ഷമായ കടലുകയറ്റം ഉണ്ടായിട്ടില്ല. അതിന് കാരണം കടലിൽ വടക്കൻ നീരായിരുന്നു. വടക്കിൽ നിന്ന് തെക്കോട്ടായിരുന്നു ഒഴുക്ക്. വടക്കൻ നീര് വന്നു കഴിഞ്ഞാൽ കടലിൽ പൊതുവെ ശാന്തമായി. കാറ്റാണെങ്കിലും വടക്ക് പടിഞ്ഞാറെന്ന് തെക്ക് കിഴക്കോട്ടായിരുന്നു കാറ്റ്. അതൊക്കെ കൊണ്ടാണ് ഇത്രയും കൊണ്ട് അവസാനിച്ചത്. ഇനി വരാൻ പോകുന്നത് കടലുകയറ്റമായിരിക്കില്ല, ദുരന്തമായിരിക്കും. തെക്ക് പടിഞ്ഞാറൻ കാറ്റ് സാധാരണ കാലവർഷക്കാലത്ത് വടക്ക് പടിഞ്ഞാറെന്ന് കാറ്റ് അധികം ഉണ്ടാകാറില്ല. തെക്ക് പടിഞ്ഞാറനാണ് കാറ്റും. ഒഴുക്കും തെക്കുന്നതായിരിക്കും. ഈ വേലിയേറ്റം രൂക്ഷമാകുന്ന വാവുകളോടനുബന്ധിച്ചുള്ള ആ ദിവസങ്ങളിലൊക്കെ ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റാണ് സാധാരണ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗ്യം കൊണ്ട് വടക്ക് പടിഞ്ഞാറൻ കാറ്റായിരുന്നു. ഇനി 5 വാവുകൾ അവശേഷിക്കുന്നു. അടുത്ത 3 മാസത്തിനുള്ളിൽ, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 3 മാസത്തിനുള്ളിൽ 5 വാവുകളുണ്ട്. ഇതിലെന്തായാലും തെക്ക് പടിഞ്ഞാറൻ കാറ്റും തെക്ക് പടിഞ്ഞാറൻ ഒഴുക്കും വരും. കടലിൽ പ്രക്ഷുബ്ധമാകും. അന്നിവിടെ വലിയ പ്രശ്നമുണ്ടാകും. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ എത്രയും വേഗം ഈ 5 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ JCBയും സ്റ്റിച്ചിങ് മെഷീനും ഒക്കെ കൊണ്ടുവന്ന് എത്രയും വേഗം യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണ്ടി വന്ന പട്ടാളത്തെ തന്നെ ഇറക്കി ഇവിടെ തട ഭിത്തികൾ എന്തെങ്കിലും തരത്തിലുണ്ടാക്കുകയും എത്രയും അടുത്ത കൊല്ലമെങ്കിലും ഈ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ കാണുന്നതിലൊക്കെ വളരെ ഇതായിട്ടുള്ള അപകടമുണ്ടാകും. കല്ലിൻ്റെ പടിഞ്ഞാറ് വശത്ത് ആഴം കൂടി പോകുന്നതാണ്. കൊച്ചി തുറമുഖം വന്നതോടുകൂടി നമ്മുടെ ഇവിടെ ഈ ചെല്ലാനം കൊച്ചി തീരത്തുണ്ടാകുന്ന കുത്തൊഴുക്കിൽ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൽ ഇവിടുത്തെ വെള്ളത്തോടൊപ്പം മണ്ണ് ഒഴുകി പോകുന്നതാണ്. അങ്ങനെ ആഴം കൂടുന്നതാണ് ഇവിടുത്തെ വിഷയം. ആഴം കൂടിക്കഴിഞ്ഞാൽ തിരമാല ആഴത്തിനാനുപാതികമായി തീരക്കടലിൽ എത്ര ആഴമുണ്ടോ അത്രയും ഉയരമുള്ള തിരമാല വരും. അത് കൂടുതൽ കരയിലേക്കെടുത്തു കരയിൽ വന്നു കരിങ്കല്ലിൻ്റെ കടൽ ഭിത്തിയുടെ കിഴക്കുവശത്ത് വന്നൊടിയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ആഴം കുറക്കാതെ ബീച്ച് പുനർനിർമ്മിക്കാതെ, തീരം പുനർനിർമ്മിക്കാതെ, ബീച്ച് നറിഷ്മെൻറ്റ് നടക്കാതെ ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാനും കഴിയും. Subscribe to One India and never miss an update.